ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബി എസ് നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്ത സമയത്ത് കുറേ കുട്ടികൾ മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഞങ്ങൾക്ക് ഇത്ര ഇൻഡെക്സ് സ്കോറാണ്, ഗവൺമെൻറ്റിൽ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇനി ഇൻഡെക്സ് സ്കോറിൽ പ്രൈവറ്റിൽ കിട്ടുമോ, ഇനി കേരളത്തിൽ കിട്ടാൻ തന്നെ ചാൻസ് ഉണ്ടോ എന്നൊക്കെ കുറേ കുട്ടികൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അവർക്കൊക്കെ മാക്സിമം റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറേ മെസ്സേജ് ഇങ്ങനെ വരുന്ന കാരണം എല്ലാവർക്കും അങ്ങനെ റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയ കാരണം ഞാൻ ഇങ്ങനെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഈ വീഡിയോയിൽ ഞാൻ എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഈ വീഡിയോ സ്കിപ്പ് അടിക്കാതെ ഫുള്ളായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അധികം ലാഗ് അടിപ്പിക്കാതെ വീഡിയോയിലോട്ട് പോകാം. സോ ബി എസ് നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് ആപ്ലിക്കേഷൻ അയച്ച സ്റ്റുഡൻസിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ജൂലൈ 29 തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും കറക്ഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനായിട്ടുള്ളൊരു കറക്ഷൻ ടൈം LBS തന്നിട്ടുണ്ടായിരുന്നത് ഓഗസ്റ്റ് 3 വരെ ആയിരുന്നു. സോ ഇപ്പോൾ LBS ആ ഒരു ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് ഓഗസ്റ്റ് 7 വൈകിട്ട് 5 മണി വരെ ആക്കിയിട്ടുണ്ട്. സോ ഈ ഒരു ടൈമിനുള്ളിൽ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് എന്തെങ്കിലും കറക്ഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് കറക്റ്റായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാം. ഈ ഓഗസ്റ്റ് 7 5 മണിക്ക് ശേഷം നമ്മുടെ കറക്ഷൻ വിൻഡോ ക്ലോസ്ഡ് ആവുന്നതായിരിക്കും. സോ അതിനു മുമ്പ് തന്നെ മാക്സിമം എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ നിങ്ങൾ എഡിറ്റ് ചെയ്ത് കൊടുത്ത ഡീറ്റെയിൽസ് LBS വെരിഫൈ ചെയ്യുന്നതാണ്. അങ്ങനെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളുടെ സ്റ്റാറ്റസിൽ വന്നിരിക്കുന്ന തെറ്റ് മാറി കറക്റ്റ് സ്റ്റാറ്റസ് വരത്തുള്ളൂ. 7 ശേഷം മാത്രമേ ഇങ്ങനെ മാറി വരുന്നത്. സോ 7 ശേഷം നിങ്ങൾ എഡിറ്റ് ചെയ്ത് കൊടുത്ത ഡേറ്റ പബ്ലിഷ് ചെയ്യും. അതിനുശേഷമാണ് ടെമ്പററി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ആ റാങ്ക് ലിസ്റ്റിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ടൈമും LBS തരുന്നതായിരിക്കും. അത് കഴിഞ്ഞാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. സോ അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കറക്ഷൻസും കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് മാക്സിമം എന്തെങ്കിലും കറക്ഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓഗസ്റ്റ് 7 5 മണിക്ക് മുമ്പായിട്ട് തന്നെ അത് എഡിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. സോ വെരിഫിക്കേഷൻ കഴിഞ്ഞ് വന്നിരിക്കുന്ന ഡേറ്റയിൽ എന്തെങ്കിലും തെറ്റുകൾ ഇല്ലാത്തവർ എൻട്രീസ് ആർ കറക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടാകും. സോ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം കൺഫേം ബട്ടൺ മസ്റ്റായിട്ടും ക്ലിക്ക് ചെയ്തിരിക്കണം. സോ ഇങ്ങനെ നിങ്ങൾ ആ ഒരു കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ അടുത്തൊരു അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് അവർ പരിഗണിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും തെറ്റുകൾ ഉള്ളവർ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും അവിടെ ഒരു റിമാർക്സ് എന്ന് പറഞ്ഞൊരു കോളം ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഒരു കറക്ഷൻസ് ആർ റിക്വയർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കൺഫേം ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവണം. സോ നിങ്ങൾ ഇതുപോലെ തന്നെ കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് അടുത്തൊരു അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് പരിഗണിക്കത്തുള്ളൂ. പിന്നെ കുറച്ച് കുട്ടികൾ നമ്മൾ കഴിഞ്ഞ ദിവസം LBSൻ്റെ വീഡിയോ ഇട്ട സമയത്ത് കുറേ പേര് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഞങ്ങളുടെ സ്റ്റാറ്റസിൽ അക്സെപ്റ്റ് പ്രൊഫഷണലി എന്നാണ് കാണിക്കുന്നത്, പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണോ, കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒന്നും കൂടി നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ക്രോസ് ചെക്ക് ചെയ്യുക. അതിൽ എന്തെങ്കിലും ഇനി കറക്ഷൻസോ കാര്യങ്ങൾ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക. ഇനി അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ ഒരു കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അത് കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും തെറ്റുകളുള്ള കുട്ടികളെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ആഡ് ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ മസ്റ്റായിട്ട് കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്തിരിക്കണം. ഈ ഒരു 2 കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസ് മസ്റ്റായിട്ട് കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ അടുത്തൊരു അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ആ ഒരു വീഡിയോ ഇട്ട സമയത്ത് കുറേ അധികം മെസ്സേജസ് എനിക്ക് വന്നത്, ചേച്ചി ഞങ്ങൾക്ക് ഇത്ര ഇൻഡെക്സ് സ്കോർ ഉണ്ട്, ഞങ്ങൾക്ക് ഗവൺമെൻറ് കോളേജസിൽ അഡ്മിഷൻ കിട്ടുമോ, അല്ലെങ്കിൽ പ്രൈവറ്റിൽ കിട്ടുമോ, ഇനി കേരളത്തിൽ തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ടോ ഈ ഇൻഡെക്സ് സ്കോറിന് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ഇൻഡെക്സ് സ്കോറിനെ കുറിച്ചുള്ള കാര്യം നമ്മൾ ഈ ഒരു വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൻ്റെ എഡിറ്റിംഗ് ടൈമും കാര്യങ്ങളും കഴിഞ്ഞ് ഇനി ടെമ്പററി റാങ്ക് ലിസ്റ്റ്, അത് കഴിഞ്ഞ് ഫൈനൽ റാങ്ക് ലിസ്റ്റ്, അത് കഴിഞ്ഞാണ് നമ്മുടെ മെയിൻ സ്റ്റെപ്പായിട്ടുള്ള കോളേജ് കോഴ്സ് ഓപ്ഷൻ രജിസ്ട്രേഷൻ വരുന്നത്. സോ അതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ നമ്മുടെ ഈ കോളേജ് കോഴ്സ് ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് ഒരു കുട്ടിക്ക് താല്പര്യമുള്ള എല്ലാ കോഴ്സിലേക്കും അതുപോലെ എത്ര കോളേജസിലേക്കും ഓപ്ഷൻസ് കൊടുക്കാം. ഈ കോളേജ് ഓപ്ഷൻ കൊടുക്കുന്നതിൽ നമുക്ക് ലിമിറ്റും കാര്യങ്ങളൊന്നുമില്ല. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സിലേക്കും കോളേജസിലേക്കും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ
കോളേജ് ഓപ്ഷൻസ് വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇനിയാണ് നമ്മൾ എല്ലാവരും ചോദിച്ചിട്ടുള്ള ഡൗട്ടിനുള്ളൊരു എക്സ്പ്ലനേഷൻ പറയുന്നത്. അതായത് കുറേ പേര് ചോദിച്ചായിരുന്നു ഇത്ര ഇൻഡെക്സ് സ്കോറിൻ്റെ ഗവൺമെൻറ്റിൽ, പ്രൈവറ്റിൽ അല്ലെങ്കിൽ കേരളത്തിലൊക്കെ അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉണ്ടോയെന്ന്. സോ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഈ ഇൻഡെക്സ് സ്കോർ വെച്ചിട്ട് നമുക്ക് ഇന്ന കോളേജിൽ ഗവൺമെൻറ്റിൽ കിട്ടുമോ പ്രൈവറ്റിൽ കിട്ടുമോ എന്നൊന്നും ഇപ്പോൾ കൺഫേം ചെയ്ത് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം ഈ ഒരു നമ്മുടെ ഇൻഡെക്സ് സ്കോറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേയധികം ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു കുറച്ച് ഇൻഡെക്സ് സ്കോർ കുറഞ്ഞ സ്റ്റുഡൻ്റ് ആണെങ്കിലും ആ കുട്ടിക്കൊരു റിസർവേഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു കുറച്ച് ഇൻഡെക്സ് സ്കോർ കുറവാണെങ്കിലും ആ ഒരു റിസർവേഷൻ ബേസിൽ നമുക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഓരോ വർഷവും എത്ര സ്റ്റുഡൻസാണ് ഈ ഒരു LBSലേക്ക് BS നഴ്സിംഗിന് ആപ്ലിക്കേഷൻ അയക്കുന്നത്, അതിൻ്റെ ബേസിലൊക്കെയാണ് നമുക്ക് അഡ്മിഷൻ കിട്ടാനായിട്ടുള്ള ചാൻസ്. ഇൻഡെക്സ് സ്കോർ കുറഞ്ഞവർക്കും അഡ്മിഷൻ കിട്ടാനായിട്ടുള്ള ചാൻസ്. സോ കഴിഞ്ഞ വർഷത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ വർഷം കുറച്ച് കുറവ് കുട്ടികളാണ് ആപ്ലിക്കേഷൻ അയച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ അയച്ച സ്റ്റുഡൻസിന് ഇൻഡെക്സ് സ്കോർ കഴിഞ്ഞ വർഷത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണെങ്കിലും നമുക്ക് ഇപ്രാവശ്യം കുറച്ച് കുറവ് ഇൻഡെക്സ് സ്കോറുള്ള സ്റ്റുഡൻസിന് അഡ്മിഷൻ കിട്ടാനായിട്ടുള്ള ചാൻസ് അന്നേരം കൂടും. സോ ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം. ആ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഇത്ര ഇൻഡെക്സ് സ്കോറുള്ള സ്റ്റുഡൻറ്റിന് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ ഒരു 2 വർഷം മുമ്പ് ഒരു 300 ഒരു 290 അല്ലെങ്കിൽ 295 ആ ഒരു റേഞ്ച് ഇൻഡെക്സ് സ്കോറുള്ള ഒരു കുട്ടിയുടെ റാങ്ക് ഏകദേശം ഒരു 2000-ന് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ 25 നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 290 അല്ലെങ്കിൽ 95 ഒക്കെ റേഞ്ചുള്ള ഇൻഡെക്സ് സ്കോറുള്ള ഒരു കുട്ടിയുടെ റാങ്ക് എന്ന് പറയുന്നത് ഏകദേശം 5000 മുതൽ 6000-ന് താഴെയൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. സോ ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, അതായത് ഓരോ വർഷവും LBSൽ ആപ്ലിക്കേഷൻ അയക്കുന്ന കുട്ടികളുടെ എണ്ണം കൂടുതലായി വന്നുകൊണ്ടിരിക്കുക. നമുക്ക് കഴിഞ്ഞ വർഷം എത്ര ഇൻഡെക്സ് സ്കോറുള്ള സ്റ്റുഡൻസിനൊക്കെയാണ് ഗവൺമെൻറ്റിൽ കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ പ്രൈവറ്റിൽ കിട്ടിയിരിക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഞാൻ അത് നിങ്ങളെ കാണിച്ചു തരാം. സോ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കണമെങ്കിൽ നമുക്ക് ജസ്റ്റ് LBSൻ്റെ സെൻറ്ററിൽ ലോഗിൻ ചെയ്യുക. അതിനുശേഷം നമുക്ക് ജസ്റ്റ് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വന്നാൽ മതി. നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുന്ന സമയത്ത് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ഇൻ 2025 ഫോർ BS നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസ് ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവുന്നതായിരിക്കും. ഇതിൽ നമുക്ക് ഏതൊക്കെ കോളേജിൽ, അതായത് ഏതൊക്കെ കോഴ്സിന് ഏതൊക്കെ കോളേജിൽ നമുക്ക് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അതെന്തായാലും അപ്പോൾ നമുക്കൊന്ന് നോക്കാം. കണ്ടോ, ഇതാണ് നമ്മുടെ BS നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസിലേക്കുള്ള ലാസ്റ്റ് ഇയറിലെ ഒരു അഡ്മിഷൻ കിട്ടിയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ്, അതായത് ഇൻഡെക്സ് സ്കോറൊക്കെ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോടിൽ സ്റ്റേറ്റ് മെറിറ്റിൽ 297.5 ഉള്ള 5 ഇൻഡെക്സ് സ്കോറുള്ള ഒരു സ്റ്റുഡൻറ്റിനാണ് ലാസ്റ്റ് അവിടെ അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. അതായത് എല്ലാ അലോട്ട്മെൻറ്റ്സും കഴിഞ്ഞിട്ടുള്ള ഒരു ലാസ്റ്റ് ഒരു സ്കോറാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. സോ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് അലോട്ട്മെൻറ്റ് വരെ, ഇപ്പോൾ സ്പോട്ട് അലോട്ട്മെൻറ്റ് വരെയൊക്കെ നമ്മൾ പങ്കെടുക്കുന്ന സമയത്തും നമുക്ക് ഇൻഡെക്സ് സ്കോർ കുറഞ്ഞ സ്റ്റുഡൻസിനും അവസാനം വരുന്ന സമയത്ത് നമുക്ക് അഡ്മിഷൻ കിട്ടാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇൻഡെക്സ് സ്കോർ കുറവുള്ളവർ മാക്സിമം എല്ലാ അലോട്ട്മെൻറ്റിലും പങ്കെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് ഇടുക്കിയിൽ സ്റ്റേറ്റ് മെറിറ്റിൽ അവസാനം 293.3 ഉള്ള ഒരു സ്റ്റുഡൻറ്റിനാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ ഓരോ കാറ്റഗറിയിലും ഇപ്പോൾ ST കാറ്റഗറിയിൽ 285, SCയിൽ 244, അങ്ങനെ ഓരോ കാറ്റഗറിയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ DV കാറ്റഗറിയിൽ 280, EW, അങ്ങനെ ഓരോ കാറ്റഗറിയിലും കാണാം. അങ്ങനെ ഓരോ കോളേജസിൻ്റെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇപ്പോൾ ഒരു പ്രൈവറ്റ് കോളേജിൻ്റെ പറയുകയാണെങ്കിൽ ഇപ്പോൾ BCF കോളേജ് ഓഫ് നഴ്സിംഗ് വൈക്കം കോട്ടയം, അവിടെ നമുക്ക് അവസാനം 279.2 ഇൻഡെക്സ് സ്കോറുള്ള സ്റ്റുഡൻറ്റിനാണ് അവിടെ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. സോ ഇതൊക്കെ പ്രൈവറ്റ് കോളേജസ് ആണ്. ഇവിടെയൊക്കെ നമുക്ക് പ്രൈവറ്റിലൊക്കെ കാരിത്താസിൽ നോക്കുകയാണെങ്കിൽ 293. സോ നിങ്ങൾ LBS മാത്രം ഫോക്കസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ബാക്കിയുള്ള സൈറ്റിലൊക്കെ മാർക്ക് ഇൻഡെക്സ് സ്കോർ കുറഞ്ഞവർ ആപ്ലിക്കേഷൻ അയക്കുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. സോ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഗവൺമെൻറ് കോളേജിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജിലൊക്കെ ലാസ്റ്റ് ഇയർ എത്ര ഇൻഡെക്സ് സ്കോർ വരെയുള്ള സ്റ്റുഡൻസിനാണ് കിട്ടിയിട്ടുള്ളതെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഇൻഡെക്സ് സ്കോർ വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. പക്ഷേ നമുക്ക് കഴിഞ്ഞ ഇൻഡെക്സ് സ്കോർ വെച്ച് ഇപ്രാവശ്യത്തെ വെച്ച് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റത്തില്ല അഡ്മിഷൻ കിട്ടുമോ ഇനി കിട്ടാതിരിക്കുമോ എന്നൊക്കെ. സോ അതിനെന്തായാലും ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം. അപ്പോൾ എന്തായാലും ഇനി റാങ്ക് ലിസ്റ്റ് വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം കഴിഞ്ഞ വർഷത്തെക്കാട്ടി കുട്ടികൾ ഇപ്രാവശ്യം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറവാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അഡ്മിഷൻ
കിട്ടാനായിട്ടുള്ള ചാൻസ് കൂടും. സോ അതിനെന്തായാലും ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്താൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന കോളേജിൽ നിങ്ങൾക്ക് എത്ര ഇൻഡെക്സ് സ്കോർ വരെയുള്ളവർക്കാണ് കഴിഞ്ഞ വട്ടം കിട്ടിയത്, നിങ്ങളുടെ ഇൻഡെക്സ് സ്കോർ വെച്ചിട്ട് കമ്പയർ ചെയ്യാനായിട്ടൊക്കെ ഈ ഒരു ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി തന്നെ പോയിട്ട് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇൻഡെക്സ് സ്കോർ 300 അല്ലെങ്കിൽ 295 to 300 ആ ഒരു റേഞ്ചിലൊക്കെ ഇൻഡെക്സ് സ്കോറുള്ള സ്റ്റുഡൻസൊക്കെ അത്യാവശ്യം ഒരു സേഫ് സോണിലാണെന്ന് നമുക്ക് പറയാം. കാരണം 300 ഉള്ള സ്റ്റുഡൻസിനൊക്കെയാണ് കൂടുതലും ഗവൺമെൻറ് കോളേജസിൽ അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ ഓരോ വർഷത്തെയും കോമ്പറ്റീഷൻ അനുസരിച്ച് അത് ഡിഫറെൻ്റ് ആയിട്ട് വരും. എന്നും പറഞ്ഞാൽ ബാക്കിയുള്ളവർ ടെൻഷൻ അടിക്കേണ്ട, കാരണം ഇനിയും കുറേയധികം അലോട്ട്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. മാക്സിമം എല്ലാ അലോട്ട്മെൻറ്റ്സിലും പങ്കെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മെയിനായിട്ട് വരുന്ന സ്റ്റെപ്പാണ് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ. സോ അതിൽ ഇൻഡെക്സ് സ്കോർ കുറവുള്ള സ്റ്റുഡൻസ് എന്തൊക്കെ ശ്രദ്ധിക്കണം, ചെറിയ ടിപ്സ് ആൻഡ് ട്രിക്സ്, കോളേജ് ഓപ്ഷൻസ് വെക്കുന്നതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ ഈ വീഡിയോ കാണുന്ന കുട്ടികൾക്ക് ആർക്കെങ്കിലും LBS നോക്കാതെ ഉണ്ട് അല്ലെങ്കിൽ LBSൽ അഡ്മിഷൻ കിട്ടാതെ ഉണ്ട്, പുറത്തേക്ക് ബാംഗ്ലൂർ കോളേജസിലേക്ക് അഡ്മിഷൻ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അഫിലിയേഷൻസും കാര്യങ്ങളൊക്കെയുള്ള കോളേജസാണ് നിങ്ങൾ നോക്കുന്നത്. ബാംഗ്ലൂർ കോളേജസിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാം. ഞാൻ ആ കോളേജിൻ്റെ ഡീറ്റെയിൽസും ബാക്കി ഫീസിൻ്റെ കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം അവിടെ ജോയിൻ ചെയ്താൽ മതി. സോ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ഇൻഡെക്സ് സ്കോറിനെ കുറിച്ചും എഡിറ്റിങ്ങിനെ കുറിച്ചൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഐഡിയ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കാം. സോ ഞാൻ മാക്സിമം റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇനി ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം, അവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തുണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.